നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ടോ, നിങ്ങളോട് അവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത്. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളിൽ, ടാറോ റീഡിങ്സുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റ് ചെയ്യേണ്ട. കാരണം നമ്മൾക്കൊരു കാര്യത്തിനോട് വിശ്വാസവും അതിനകത്ത് പൂർണ്ണമായും കണക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അതിൽ നിന്നും പോസിറ്റീവ് ആകുന്ന ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളതിനെ ഒരു നെഗറ്റീവ് എനർജിയോട് കൂടിയും, അതുപോലെ ചിലർ പറയും പോലെ നമുക്ക് ചില കമൻസുകളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ വല്ലപ്പോഴും ഒരു കമൻ്റ് ഇടുന്ന കാണാം മോശമായിട്ടുള്ളത്. കാരണം അതുപോലെ മനസ്സോടുകൂടി അത് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും അവരിലേക്ക് ചെന്ന് ചേരുക എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആരെയും നിർബന്ധിക്കുന്നില്ല ടാറോ റീഡിങ്സുകൾ കാണാൻ. മറ്റുള്ള എനർജികളെ പോലെ ടാറോ റീഡിങ്സ് എന്ന എനർജി കാണാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കത് ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കേട്ടോ. നമ്മളൊരു വ്യക്തിയുടെ സോൾ എനർജീനെ എടുത്താണ് റീഡിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ചെയ്തതിൻ്റെ ഫലം, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഫസ്റ്റ് തന്നെ അവരിൽ സ്ട്രഗിളിങ് എനർജിയാണ്. അവർ ആക്ഷൻ എടുക്കുന്നതെല്ലാം അവർക്ക് ഹാർഡ് വർക്കിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോന്നും മാറി സക്സസ്സിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതായത് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു എനർജി ഈ ഒരു റീഡിങ്സിലില്ല. അവർ ഇമോഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പുതിയൊരു റീബർത്ത് എനർജിയിലേക്കും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയിലേക്കും സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ബ്ലോക്കിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നവംബർ മാസത്തിൻ്റെയും ജനുവരി മാസത്തിൻ്റെ എനർജി മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ കേട്ടോ. എന്താണെങ്കിലും ഒരു സ്ട്രഗിളിങ് എനർജിയിൽ, അല്ലെങ്കിൽ വളരെയധികം മാനസിക വിഷമങ്ങളിലൂടെ തന്നെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ പുതിയ ഐഡിയാസുകളും ചില മെൻ്റൽ ക്ലാരിറ്റീസും ചില സക്സസ്സുകളൊക്കെ വന്ന് ചേരുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് അനുഭവയോഗ്യമല്ലാത്തൊരവസ്ഥയിലൂടെയാണ്. അതായത് ഒരു സ്ട്രഗിൾ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഈഗോയിസ്റ്റിക്കായ ഒരു പേഴ്സൺ എനർജി ഉള്ള വ്യക്തിയാണ്. അതായത് തോറ്റാലും തോറ്റു എന്നുള്ള ആ ഒരു സമ്മതം നടത്താൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറയാനുള്ളൊരു മാനസികാവസ്ഥയൊന്നുമുള്ള ഒരു വ്യക്തിയല്ല. ഈഗോ കൂടിയ പേഴ്സണാണ്. മാത്രമല്ല ഇച്ചിരി എന്താ പറയുക, ഞാനെന്ന ഭാവത്തോടു കൂടി, അല്ലെങ്കിൽ വളരെയധികം ഒരു ശക്തമാകുന്ന മനസ്സിൻ്റെ ഉടമയായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റും. എത്ര വലിയ മുറിവുകളേറ്റാലും ആ മുറിവുകളൊന്നും ആ ഒരു വ്യക്തിക്ക് കരിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക്
വ്യക്തിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങൾ ഈ ഒരു വ്യക്തിയെ തേടി വരുന്നുണ്ട്, കർമ്മകൾ നേരിടുന്നുണ്ട് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. വെയിറ്റിംഗ് എനർജിയാണ് അത്യാവശ്യമാണ്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ എന്തൊക്കെ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം വെയിറ്റിംഗ് ചെയ്യേണ്ടി വരേണ്ടി വരുന്നു. അതായത് എടുത്തു ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ട്. കാരണം സാമ്പത്തികപരമാകുന്ന ചില ചീറ്റിംഗ് എനർജികൾ ഈ ഒരു വ്യക്തി ജീവിതത്തിൽ നേരിടുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും, അതായത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും വെൽത്ത് എനർജിയിലാണെങ്കിലും എല്ലാ ഒരു മനുഷ്യ ലൈഫിൽ വേണ്ടതാകുന്ന എല്ലാ ഭാഗങ്ങളിലും ബ്ലോക്കേജുകൾ വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോസ് എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കേട്ടോ. വളരെ ശക്തമാകുന്ന ലോസ് എനർജികൾ ഈ ഒരു വ്യക്തി നേരിടുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പേഴ്സൺ മറ്റാരുടെയൊക്കെയോ പിന്നാലെ, അതായത് ഈ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ആ ഒരു വ്യക്തി ചെയ്ത പ്രവർത്തികൾ ഈ ഒരു വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു സിറ്റുവേഷൻസിലെന്നും തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന കൊടുക്കൽ വാങ്ങലിൽ പോലും ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്ന ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഈ ഒരു വ്യക്തി പലരുടെയും പിന്നാലെ അതിനെ നികത്താൻ, അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയ കാർഡിലെ പോലെ സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെ തന്നെ കടന്നു പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും ആ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഡിലേ എനർജിയാണ്. ശരിക്കും നല്ല ഉയരങ്ങളിൽ എത്തേണ്ടതും വളരെ നല്ല ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ടതും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുള്ള വ്യക്തിയായിട്ട് പോലും കർമ്മഫലമായിട്ട് ചെയ്തു പോയ പ്രവൃത്തികളുടെ ഫലമായിട്ട് സ്തംഭന അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല നല്ല കാര്യങ്ങളും എല്ലാം ഈ ഒരു വ്യക്തിക്ക് എൻഡായി പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ. നഷ്ടപ്പെട്ട് പോയിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഡബിൾ എനർജിയുടെ പ്രസൻസ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് പരമാകുന്ന കാര്യത്തിൽ അടിമപ്പെടുന്ന വ്യക്തിയാണ്. അതായത് മുഖം ഏത് അവസ്ഥയെന്നൊന്നും നോക്കാതെ എവിടെയും ചെന്ന് എന്താ പറയുക പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്ന ഒരു എനർജി ഉള്ള പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ചില ബലഹീനതകൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസാണ്. വീഴ്ചകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. വളരെയധികം കൺട്രോളോടുകൂടിയും വിൽ പവറോടുകൂടിയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണ്ട് ഫോക്കസ് ചെയ്യുന്ന എന്ത് സിറ്റുവേഷൻസിനെയും സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പേഴ്സണ് പറ്റിയ ഏറ്റവും വലിയൊരു അടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ബലഹീനതയാണ്. ഇമോഷണൽ പരമാകുന്ന ബന്ധനങ്ങളിൽ ചെന്ന് പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. സ്ട്രോങ് ആകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു സൗഹൃദ ബന്ധം പോലെ കണക്റ്റഡ് ആയിട്ട് അത് മറ്റൊരു സിറ്റുവേഷൻസിലേക്കായി തീർന്നതാവാം. അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നിലധികം വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പോൾ ഈ വീഴ്ചകളും തകർച്ചകളും എല്ലാം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുമ്പോഴും ഈ വ്യക്തിക്ക് നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും എല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് തിരിച്ചറിവിലേക്ക് വരുന്നില്ല. എവിടെയാണ് തെറ്റുപറ്റുന്നത്, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ബ്ലോക്കേജുകൾ വരുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു പേഴ്സണെ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അതായത് ആലോചിക്കാതെ പല കാര്യങ്ങളെയും റിജക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളെയും ആ ഒരു വ്യക്തി സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തിയാണ്. അതായത് ശരിക്കും ഒരു രീതിയിൽ പറഞ്ഞാൽ നിഷ്കളങ്കമാകുന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റും. കാരണം നോ പറയാൻ അറിയില്ല എന്നുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് രീതികളിൽ ഒരുപാട് ഇടങ്ങളിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്താണെങ്കിലും പേഴ്സണെ സംബന്ധിച്ച് പോസിറ്റിവിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എവിടെ പോയാലും വിജയിക്കാനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളും മറ്റുള്ളവരുടെ പ്രസൻസും സപ്പോർട്ടും എല്ലാം നേടിയെടുക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്ത് കൈവശത്തിലാക്കാൻ പറ്റുന്ന, കാര്യസാധ്യം നടത്താൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഇമോഷണൽ സ്റ്റക്ക് എനർജിയാണ്. കാരണം ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച രീതിയിലൊന്നും
ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം ഒരു പുരോഗതി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഫ്യൂച്ചർ സക്സസ് എനർജിയൊക്കെ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആണെങ്കിലും അതെല്ലാം മറ്റേതോ ഒരു ദിശയിലേക്ക് ഒഴുകി പോകുന്നു. അതായത് നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മളെ എപ്പോഴും നേരിടേണ്ടി വരും. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും കറൻറ്റിലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റേക്കുകളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ സക്സസ്, ഒരു പേര്, പ്രശസ്തി, 4 പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലൊക്കെ ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മറ്റൊരു ദിശയിലേക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബ്ലെസ്സിങ്സുകളൊക്കെ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്യൂച്ചർ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാര്യേജ് എനർജിയിലേക്ക് പോകാത്ത വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം, ഇമോഷണൽ പരമാകുന്ന, അതായത് സോൾ എനർജിയിൽപ്പെട്ടൊരു വ്യക്തിയുടെ പ്രസൻസ്, ഒരു സക്സസ് ഒക്കെ വേണമെന്ന് വിവാഹം കഴിക്കാത്ത സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഒരു ഒരു സ്തംഭന അവസ്ഥയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതേത് എനർജിയിലേക്ക് പോയാലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫോക്കസ് ചെയ്യുന്നതെല്ലാം തെറ്റായ മാർഗങ്ങളിലൂടെയാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വലിയൊരു വീഴ്ചയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. ഏറ്റവും ഉയരത്തിൽ ചെന്നിട്ട് അവിടെ നിന്നും താഴേക്ക് വീണിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്കും ശക്തമാകുന്ന ചീറ്റിങ്, വിശ്വാസത്തിൻ്റെ പുറത്ത് ശക്തമാകുന്നൊരു ചീറ്റിംഗ് എനർജി ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ കണക്റ്റഡ് ആകുന്നില്ല. ജീവിതത്തിലേക്ക് ഇനിയൊരു പുതിയ മാറ്റം, ഒരു പുതിയ ഉണർവ്, അല്ലെങ്കിൽ പുതിയൊരു എനർജിയിലേക്ക് ചേഞ്ച് ആവുക എന്നത് ഈ ഒരു പേഴ്സണ് അസാധ്യമായൊരു കാര്യമാണ് കേട്ടോ. വളരെയധികം മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും പ്രശ്നങ്ങളെ ഡീല് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിൽ നല്ല രീതിയിൽ ശക്തമാകുന്നൊരു ചീറ്റിംഗ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണിരിക്കുന്ന, നല്ല രീതിയിൽ നല്ല ശക്തമാകുന്നൊരു വീഴ്ച സംഭവിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. വ്യക്തി ഈഗോയിസ്റ്റിക് ആണ്, സ്ട്രെങ്ത് ഉള്ള പേഴ്സൺ ആണ്. എത്രത്തോളം പെയിൻ അനുഭവിച്ചാലും, എത്രത്തോളം ലോസ് സംഭവിച്ചാലും പുറമേ ഒരു വ്യക്തികൾക്കും പിടി കൊടുക്കാത്ത വിധം ആ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ എല്ലാ രീതിയിലും തിരിച്ചറിവ് കിട്ടിത്തുടങ്ങി, ശക്തമാകുന്ന വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം ആശ്രയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഫാമിലി എനർജി മാത്രമാണ്, പേരൻസിൻ്റെ എനർജി മാത്രമാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിർത്താനും ചേർന്ന് നിൽക്കാനും ഉള്ളൂ എന്ന് തന്നെ പറയാം. പക്ഷേ ആ സിറ്റുവേഷൻസിൽ ഈ ആൾക്കൊരു ബ്ലാക്ക് എനർജി, അത് മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഫാമിലി എനർജിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ബ്ലാക്ക് എനർജി കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളുടെ വ്യക്തിയെ സ്തംഭനാവസ്ഥയിലാക്കുന്നത് പക്ഷേ ഫാമിലി എനർജിയുടെ സിറ്റുവേഷൻസ് കൊണ്ട് തന്നെയാണ്. ബർഡൻ ഉണ്ട്. ഫാമിലിയെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ഈ ഒരു പേഴ്സണ് ചുമക്കാൻ വയ്യാത്ത ചില ഭാരങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് ഒരു കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിലെ മുഴുവൻ ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഫാമിലിക്കുള്ളിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും, ഈ ഒരു വ്യക്തിക്ക് ഒരു സഹായകരമാകുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും, അവിടെയും ഈ ഒരു പേഴ്സൺ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വ്യക്തി ചെയ്യുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലൊരു എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു പേഴ്സൺ എടുത്ത ആക്ഷൻ, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ചെയ്തു കൂട്ടിയ ആക്ഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഇന്ന് തടസ്സവും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ ജീവിതത്തിൽ സംശയപരമാകുന്ന, അതായത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തേർഡ് പാർട്ടിയിൽ നിന്നും ചീറ്റിംഗ് എനർജി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാതെ, ആരെയും തുറന്ന് സ്നേഹിക്കാൻ പറ്റാതെ, ആർക്കും ഒരു സഹായം പോലും ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ വ്യക്തിനെ ഡൗൺ ആക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ്
എലോൺ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെ ഒരു ശക്തമാകുന്ന എനർജിയിലൂടെ കടന്നു പോകുന്നു. നിങ്ങളോട് ആ ഒരു പേഴ്സൺ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ കണക്റ്റ് ചെയ്തുള്ള ചില തെറ്റുകൾ നിങ്ങളോട് ചെയ്തത് പറയാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡിവൈനോട് കുറ്റം ഏറ്റു പറയുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് 100 പ്രാവശ്യം അയാൾ മാപ്പ് ചോദിക്കുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എല്ലാം സ്തംഭനാവസ്ഥയാണ്. ആ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ അനുഭവിക്കുന്ന പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളോട് ചെയ്തതിലൂടെ കടന്നു വന്നിരിക്കുന്ന എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും 6 of Wands-ഉം ജഡ്ജ്മെൻറ്റും 9 of Wands-ഉം 8 of Cups-ഉം 8 of Pentacles-ഉം ആണ് വന്നിരിക്കുന്നത്. നമുക്കൊന്നും പറയാനില്ല ഇതിനകത്ത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ചെയ്തതിൻ്റെ ഫലം ഡിവൈൻ്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന ഡിവൈൻ്റെ ജസ്റ്റിസിലൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിപ്പോൾ എട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. കാലം കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. അതായത് എവിടെ ചെന്ന് തൊട്ടാലും അബദ്ധമാണ്. എന്ത് പോസിറ്റീവായിട്ട് ചെയ്താലും നെഗറ്റീവായിട്ട് തിരിച്ച് മടങ്ങി വരുന്നു. ഒരു രീതിയിലും ഒരു കാര്യത്തിനും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഫാസ്റ്റായിട്ട് ആകെ ആക്ഷൻ എടുക്കുന്നത് ഇമോഷണൽ പരമാണ് ചില ബന്ധങ്ങളിലാണ്. അവിടെ ശക്തമാകുന്ന തിരിച്ചടികളും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന ലോസ് എനർജിയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് നേരിടുന്നു, ശരിക്കും അനുഭവിക്കുന്നു, നഷ്ടബോധം അനുഭവിക്കുന്നു. ചീറ്റിംഗ് എനർജിയുടെ ഒരാളെ ചതിച്ചാൽ അവർക്കുണ്ടാവുന്ന പെയിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നൽകിയ നെഗറ്റിവിറ്റി ചെറിയ രീതിയിലൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് വളരെ ശക്തമാകുന്ന ഒരു തെറ്റായ സിറ്റുവേഷൻസിലേക്കാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എഫേർട്ട് എടുക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ എനർജിക്ക് സമ്മതമാണോ എന്ന് പോലും ചോദിക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മടിയാണ്, സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രത്തോളം ഒരു ടോർച്ചറിങ് എനർജിയിൽ നിന്നുമാണ് നിങ്ങളെ ഇട്ട് ആ ഒരു പേഴ്സൺ മറ്റൊരിടത്തേക്ക് പോയതെന്ന് തന്നെ പറയാൻ പറ്റും. വലിയൊരു ബ്ലെസ്സിങ്സ്, അതായത് നിങ്ങളോട് ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെപ്പോലെയല്ല, അതിനേക്കാളും ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു സിറ്റുവേഷൻസാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് ചിലപ്പോൾ നിങ്ങളെ ചെറുതാക്കി സംസാരിച്ച് കടന്നുപോയ എനർജി പോലും ഉണ്ട്. അത് നേരെ ചെന്നത് വളരെ ശക്തമായ കാർമിക എനർജിയിലേക്കാണ്, സ്തംഭന അവസ്ഥയിലേക്കാണ് ചെന്നുപെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയാൽ ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുക്കുമെന്നതിന് 100% ഉറപ്പാണ്. കാരണം നിങ്ങളോട് ചെയ്തതിന് പ്രതി അനുഭവിക്കാനായിട്ട് ഇനി ഒന്നും ആ ഒരു വ്യക്തിക്കില്ല. പ്ലസ് നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർമ്മ എൻഡ് ആവാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന എനർജിയിലൂടെയാണ് കറൻറ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.